നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഖുർആൻ പറയുന്നുണ്ട്. വല മുത്തഹിദാത്തി അഹ്ദാൻ എന്നതാണ് ആ പ്രയോഗം. നിങ്ങൾ രഹസ്യ ഇണകളെ സ്വീകരിക്കരുത് എന്നതാണ്. പുതിയ കാലത്ത് നമുക്കറിയാം, ഈ പണ്ട് സ്കൂളുകളിൽ പഠിച്ചിരുന്നവരുടെ റീയൂണിയൻ, അതുപോലെയുള്ള ഗെറ്റ് ടുഗദറുകൾ, ഇതിൽ നിന്നൊക്കെയാണ് ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് 40കൾക്ക് ശേഷമുള്ള പ്രണയം, 50കൾക്ക് ശേഷമുള്ള പ്രണയം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രോത്സാഹനമാണ് ഇതിനൊക്കെ. ഇതുണ്ടാക്കുന്ന ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഇണയോടുള്ള ആത്മാർത്ഥമായ അറ്റാച്ച്മെൻറ്റ്, ആ ഒരു കെമിസ്ട്രി അങ്ങോട്ട് തകരുക എന്നുള്ളതാണ്. വീട്ടകത്തെ ഒരു ഹാപ്പിനെസ് ഇല്ലാതാവുക എന്നുള്ളതാണ്. അതിനേക്കാൾ അപകടം നമ്മൾ മക്കളുടെ മുമ്പിൽ ഒരു കള്ളിയെ പോലെ പ്രവർത്തിക്കേണ്ടി വരിക എന്നതാണ്. മക്കളെ സൂക്ഷിക്കാനുള്ള, അവരെ വളർത്താനുള്ള, അവരെ ജാഗ്രതയോടുകൂടി പരിഗണിക്കാനുള്ള സമയം നമുക്ക് നഷ്ടപ്പെടാതെ വരും. അങ്ങനെ താൽക്കാലികമായ ഷോർട്ട് ടേം പ്ലഷർ നമുക്ക് ലഭിക്കുമ്പോൾ ലോങ് ടേം പെയിന് നമ്മൾ അനുഭവിക്കുകയാണ്. ഇത് നമ്മുടെ മക്കളെ ബാധിക്കുന്നു, നമ്മുടെ ഫാമിലി ലൈഫിനെ ബാധിക്കുന്നു, നമ്മുടെ വെൽബീയിങ്ങിനെ ബാധിക്കുന്നു, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ ബാധിക്കുന്നു, നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഉറക്കത്തെ ബാധിക്കുന്ന, സമാധാനത്തെ മുഴുവൻ തകർക്കുന്നു. അതുകൊണ്ട് ഖുർആൻ ഈ പറഞ്ഞ നിർദ്ദേശം വളരെ ഗൗരവത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഏത് ബന്ധവും അതിരു കടക്കുന്നു എന്ന് തോന്നുന്ന ഫസ്റ്റ് മൊമെൻറ്റിൽ തന്നെ അതിനെ ഡിസ്കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ അല്പം പെയിൻ ഉണ്ടാവും. പക്ഷേ അപ്പോൾ തൽക്കാലം നമ്മൾ ഡിസ്കണക്ട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് ഭയങ്കര സുഖം ഉണ്ടാവും. റിഥം ഓഫ് ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മുടെ പ്രഭാതം, നമ്മുടെ പ്രദോഷം, നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾക്ക് സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമുക്ക് നമ്മെക്കുറിച്ചുള്ള അഭിമാനത്തിനൊക്കെ അത് കാരണമാകും. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ മൊത്തം അത് ബാധിക്കും, നമ്മുടെ തറവാടിനെ അത് ബാധിക്കും, നമ്മുടെ ദുനിയാവിനെയും ബാധിക്കും, നമ്മുടെ പരലോക ജീവിതത്തെയും ബാധിക്കുന്ന ഗുരുതരമായൊരു ക്യാൻസറാണ് ഈ അർത്ഥത്തിൽ കടന്നു വരുന്ന ബന്ധങ്ങൾ. അതുകൊണ്ട് ഈ ബന്ധനങ്ങളാകാതിരിക്കാനുള്ള അതിജാഗ്രത പുതിയ കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിലുള്ള ജാഗ്രത പാലിക്കാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.